ഹലോ ഫ്രണ്ട്സ്. IPL അങ്ങനെ വീണ്ടും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. ഇന്നലത്തെ മാച്ച് RCB വേഴ്സസ് മുംബൈ, എന്താ കളി! ജയപരാജയങ്ങൾ അങ്ങോട്ട് മാറി മാറിയേ. ചിലപ്പോൾ RCB ജയിക്കാം, ചിലപ്പോൾ മുംബൈ ജയിക്കാം, RCB ജയിക്കാം, മുംബൈ ജയിക്കാം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ആ ഒരു മാച്ചിന്റെ റിസൾട്ടിന് എന്തോരം ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ജനുവലി നോക്കുവാണെങ്കിൽ മുംബൈയുടെ കയ്യിലെ മാച്ചാണ് RCB എടുത്തത് നമുക്ക് പറയാൻ പറ്റും. എല്ലാവരും ഭാവയെ കുറിച്ച് നമ്മുടെ ക്രിട്ടിക്സ് റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ബോളറാണ്. അതിന്റെ ഒരു കൺസിഡറേഷൻ നമുക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. എങ്കിൽ കൂടെ തന്നെ RCBയുടെ അവസ്ഥ നോക്കൂ. ഈ ഷെപ്പേർഡൊക്കെ എത്ര കളികളാണ് ഇപ്പൊ മൂന്നാമത്തെ കളിയാണ് ഇപ്പോൾ പുള്ളി കാരണം പരാജയത്തിന്റെ വക്കിൽ നിൽക്കുന്നത്. എന്തോ ഭുവനേശ്വർ കുമാർ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു 6 അടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കളി തിരിച്ചു പിടിക്കാനായത്. ഈ എന്താ ഈ ഷെപ്പേർഡിന്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ബോൾ വേസ്റ്റ് ആക്കുന്നു എന്നുള്ളത്. അടിക്കാൻ ശ്രമിച്ച് ഔട്ടായാലും ഫിനിഷ് ചെയ്യുന്ന ഔട്ടായി പോട്ടെ, അത് പോയെന്ന് പറയും. ഇത് ഇരുന്ന് തുഴഞ്ഞ് കളയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു വേദനിപ്പിക്കുന്നത്. LSC ആയിട്ടുള്ള കളിയും റെഗുലർ ലൈനും ലെങ്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിഗ്വേഷലാതെ അടിക്കാൻ പറ്റിയില്ല. വേറെ കളി എനിക്ക് തോന്നുന്നു ഡേവിഡ് മില്ലർ ആണെന്ന് തോന്നുന്നു ഡൽഹി അടിച്ച് ജയിപ്പിച്ചത്. പുള്ളി ബോൾ ചെയ്തു, ആ കളി കൊണ്ട് കളഞ്ഞു. ഈ കളി ഇതുപോലെ വെറുതെ 8 ബോൾ സിംഗിൾ എടുത്താൽ മാത്രം ജയിക്കാമെന്ന് പുള്ളി ബാറ്റ് ചെയ്യുമ്പോൾ മൊത്തം ഒരു കോൺഫിഡൻസ് ഇല്ല. ആ റഷീഖ് ബാറ്റിങ്ങിന് വന്ന് കയറിയപ്പോലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ 2 റൺ എടുക്കും, 3 റൺ എടുക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ടീമിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ടീം വീണ്ടും സെയിം പ്രശ്നത്തിലേക്ക് തന്നെ RCB പോകേണ്ടത്. കാര്യം ജിതേഷ് ശർമ്മയെ മാറ്റാൻ സാധ്യതയില്ല, ജിതേഷിനെ മാറ്റണം തന്നെയാണ് എന്റെ പേഴ്സണലി ഒരു അഭിപ്രായം. കാരണം വളരെ ഒരു കീ പൊസിഷനാണ് ജിതേഷ് കളിക്കുന്നത്. കാരണം ഏതേലും ഒരു മാച്ച് പെർഫോം ചെയ്യും നമ്മൾ ആഗ്രഹിച്ച് ഇപ്പൊ ഇങ്ങനെ എൻഡ് വരെ എത്തിയിരിക്കുകയാണ്. ജോർഡൻ കോക്സിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. 5 സ്പെഷ്യലിസ്റ്റ് ബോളറെ വെച്ച് തന്നെ ഒരു കളിക്കട്ടെ, എന്നാ പ്രശ്നം? ഒന്നുകിൽ ഷെപ്പേർഡ് മാറ്റി ഡഫിയെ കൊണ്ടുവരുമോ, ബോളിംഗ് സ്ട്രെങ്ത് ആക്കുകയോ ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ജോർഡൻ കോക്സിന് ഇറങ്ങാം, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് യൂസ് ചെയ്യാം. സോൾട്ട് വരെങ്കിൽ സോൾട്ട് വിക്കറ്റ് കീപ്പ് ചെയ്യുന്ന കേട്ടിരിക്കുന്നത്, സോൾട്ടിനെ യൂസ് ചെയ്യാം, പ്രോബ്ലം ഇല്ല. പക്ഷെ ഷെപ്പേർഡിനെ കൂടി പോയി ഇമ്പാക്ട് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പൊ അത്യാവശ്യ സമയത്ത് ബാറ്റിങ്ങിന് ഇറക്കാം, പ്രോപ്പർ 5 ബോളേഴ്സിനെ വെച്ച് തന്നെ കളിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല RCB. അങ്ങനെ നോക്കിയാൽ തീരാവുന്ന പ്രോബ്ലം ഉള്ളൂ. മുംബൈ എലിമിനേറ്റ് ആയി. വളരെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് മുംബൈ കടത്തുകൊണ്ടിരിക്കുന്നത്. ഫാൻസ് എല്ലാവരും കൂടെ ഭാവ എടുത്ത കണക്ക് പൊട്ടയാണ്. എടാ, നീ ഒരു പ്രോപ്പർ ലൈനിൽ ലെങ്തിൽ എറിഞ്ഞ തീരുന്ന പ്രശ്നമുള്ളായിരുന്നു. കുറെ വൈഡും കുറെ നോബോളും. അങ്ങനെ പുള്ളിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? അപ്പൊ അങ്ങനെയാണെങ്കിലും അതിനു മുമ്പ് അടിച്ച ക്യാച്ചിന്റെ കാര്യം തിലകവർമ്മ ക്യാച്ച് അത് എടുക്കണമായിരുന്നു. ബൗണ്ടറി തട്ടി എന്ന് പറഞ്ഞ് ക്യാച്ച് എടുക്കാതെ വിട്ടു. അത് ഒരു മിസ്റ്റേക്ക് അല്ലേ? പറയുമ്പോ എല്ലാം നമ്മൾ പറയുന്നു. ഭാവയുടെ ദേഹത്തോട്ട് മാത്രം കയറിയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഓക്കെ, പുള്ളി ക്യാപ്റ്റൻ പറഞ്ഞ പോലെ ആയിരിക്കും ഒരുപക്ഷെ പുള്ളി എറിഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തില്ല. എങ്ങനെ വന്നാലും സ്ക്വയർ തേർഡ്മാനിലും പോയിന്റിലും ഫീൽഡിംഗ് ഇട്ടിട്ട് പിന്നെ ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് എറിയാനുള്ള ഒരു മെത്തേഡ് മാത്രമേ കീപ്പ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ നോർമലി. പക്ഷെ പുള്ളി വൈഡ് എറിഞ്ഞ് നോബോൾ എറിഞ്ഞ് കൂടുതൽ എക്സ്ട്രാസ് കൊടുത്താണ് കൂടുതൽ പ്രശ്നമായി മാറിയത് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ പ്രോപ്പർ നിങ്ങളുടെ സ്ട്രെങ്ത് ആയി യോർക്കർ ലെങ്ത് തന്നെ എറിയുക, ഓൺ സ്റ്റംപ് തന്നെ എറിയുക. പ്രത്യേകിച്ച് റൊമാരിയോ ഷെപ്പേർഡ് ഔട്ട് ഓഫ് ഫോമിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യമുള്ളൂ എന്നുള്ളത് തന്നെ. പിന്നെ ഭുവനേശ്വർ കുമാറും ഒരു കംപ്ലീറ്റ് ബാറ്റർ അല്ല, ബട്ട് ഈ ക്യാൻ ബാറ്റ്. അത് നേരത്തെ തെളിയിച്ചിട്ട് ഉള്ളതാണ്. പക്ഷെ ഒന്നും പറയണ്ട അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു അസറ്റ് എന്ന നിലയിൽ ഭുവനേശ്വർ കുമാർ എത്രത്തോളം പ്രൂവ് ചെയ്തു. ചില സമയത്ത് അവർക്ക് വീണ്ടും ഇന്ത്യ ഒരു അവസരം കൂടെ പുള്ളിക്കാരനെ കൊടുത്താലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. വിക്കറ്റ് എടുക്കുന്നുണ്ട്, നല്ല ലൈനിൽ എങ്ങും ബോൾ ചെയ്യുന്നുണ്ട്, ന്യൂ ബോളിലും വിക്കറ്റ് എടുക്കുന്നുണ്ട്, ഡെത്ത് ബോളിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാതെ കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ RCB വീണ്ടും ബാക്ക് ഓൺ ട്രാക്ക്. മുംബൈ എലിമിനേറ്റഡ് ആയി. മുംബൈ ഹാവ് ടു റിവൈസ് സോ മെനി തിങ്സ്. അവർ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് ഇനി RCB ആണ്. ഞാൻ ഒരു RCB ഫാനാണ്. എങ്കിൽ ഈ വിജയം അത്ര ഒരു നന്നായി എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ വിജയിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഐ തിങ്ക് സോ. ഒരു പോസിറ്റീവ് നോട്ട് വേണമായിരുന്നു വിന്നിങ്ങിന്. കാര്യം ഇത്തരം വിജയങ്ങൾ ചിലപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. നമ്മള് ഒരുപാട് നമ്മൾ എന്തെല്ലാം ഫെയിലർ ഫേസ് ചെയ്തിട്ടാണ്. അത് ലക്കാണ് ഇത് മെയിൻ കാര്യം. പല കാര്യങ്ങളും മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈ സൈഡിൽ നിന്ന് പല മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹെൽപ്പോട് കൂടി ജയിച്ച ഒരു ജയമാണ്. ബട്ട് വാട്ട് എവർ വിക്ടറി ഈസ് എ വിക്ടറി. നമുക്ക് കുറച്ച് കാണുമല്ല. ബട്ട് എങ്കിൽ തന്നെയും ഷെപ്പേർഡിനെ മാറ്റുക എന്നുള്ളത്, ഷെപ്പേർഡിനെയും ജിതേഷ് ശർമ്മയെ കുറിച്ച് ചിന്തിക്കണം. കാരണം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാനുള്ള സാധ്യത കുറവാണ്. RCB എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മാറ്റാൻ ശ്രമിച്ചാൽ
വളരെ യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് വേറെ സംഘടന ഇഷ്ടപ്പെട്ട കാര്യത്തിൽ എന്ന് പറയാം, ഒരു വൈറ്റ് ബോൾ വന്നിട്ട് റിവ്യൂ പോലും എടുത്തില്ല എന്നുള്ള ആ ക്രിട്ടിക്കൽ സമയത്ത് ട്രാം ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വൈഡ് ഓഫ് ദ ലെങ്ത് ഇടയിൽ, അത് റിവ്യൂ പോലും എടുത്തില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ അതുപോലും ചിന്തിക്കാനുള്ള ഒരു സെൻസ് ഓഫ് മൈൻഡ് അല്ലേ ഇരുന്നിരിക്കുന്നത്. ഞാൻ കരുതി സാധാരണ ആൾക്കാർ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ അത് എങ്ങനെ റണ്ണാക്കാൻ നോക്കിയിരിക്കുമ്പോൾ അതും ചെയ്യുന്നില്ല. സ്ട്രൈക്കിൽ തുഴയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. പ്രഷർ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്ത് പുള്ളിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ. ബട്ട് എനിവേ വി വോൺ ദ മാച്ച്. അപ്പോൾ RCB പ്ലേ ഓഫിൽ കയറും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ ഫ്രം ജെയ്സൺ.